ഹലോ. ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടോ എത്ര മാങ്ങയാണ് കിട്ടിക്കണം നോക്കിയേ. അപ്പോൾ ഈ മാങ്ങാകാലത്ത് എല്ലാവർക്കും എല്ലാ തരം മാങ്ങകളും, അതായത് മൂവാണ്ട മാങ്ങയായാലും ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ്. ഇനി വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ തന്നെ വാങ്ങിക്കാനും നല്ല വില കുറവല്ലേ മനസ്സിലാ. മൂവാണ്ട മാങ്ങ അങ്ങനത്തെ മാങ്ങകള് പഴുത്ത മാങ്ങകൾ ഇഷ്ടപ്രകാരം കിട്ടും. അപ്പൊ അങ്ങനെ ഇന്ന മാങ്ങ വേണമെന്നില്ല, ഏത് മാങ്ങയായാലും ആ ടേസ്റ്റ് കിട്ടും. ആ ടേസ്റ്റ് കിട്ടും. അപ്പൊ ഏത് മാങ്ങയിലും കുഴപ്പമില്ല. ആ ടേസ്റ്റിന്റെ കാര്യം മാത്രമല്ല, നമുക്കിപ്പൊ മാങ്ങാകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ, മാങ്ങാകാലത്ത് നമുക്ക് മാമ്പഴം കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവം വേണമെങ്കിൽ അപ്പൊ ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ മാമ്പഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഒരു കൊതി വരും. അപ്പൊ ഏത് മാങ്ങയിലും ആ ഒരു രുചിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ ഏതാ സംഭവം എന്ന് വെച്ചാൽ നമ്മള് ഫ്രൂട്ടി ആ ഒരു ടേസ്റ്റില് അതിനെക്കാട്ടും ടേസ്റ്റ് ആട്ടോ. എനിക്ക് തോന്നുന്നില്ല അത് നാച്ചുറൽ ആണോ. അതെന്താ നമുക്ക് അറിയില്ല. ഓർഗാനിക് ആണ്. നമ്മള് വേറെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മളിപ്പോ ചെയ്യാൻ പോണത്. അപ്പൊ മാമ്പഴം കിട്ടുമ്പോ എല്ലാവരും മാങ്ങയും കിട്ടും ചെയ്ത് വെക്ക. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോഴേ 4 വലിയ പഴുത്ത മാങ്ങ എടുക്കുകയാണെങ്കിൽ ഒരു 2 വലിയ പച്ച മാങ്ങ എടുക്കാട്ടോ. ഇത് അത്ര വലുതല്ലാത്തത് കൊണ്ട് 1 വലുതാണ്, 2 ചെറുതാണ്. അപ്പൊ ഞാൻ 3 പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് പീൽ ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളെടുത്ത ആ പച്ചമാങ്ങയിലേ ഇതേ 1 ഇത്തിരി ചെനച്ചതായിരുന്നു കേട്ടാ. പക്ഷെ പുളിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് പഴുപ്പാക്കി എടുക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ മിക്സിയിലെ ഒരു വലിയ കപ്പ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടാ. അപ്പൊ 2 ഭാഗമായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇടണം. 2 കപ്പ് പഞ്ചസാരയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എപ്പോഴും കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ട് നമ്മൾ ഇത്തിരി തിക്കാക്കി നമ്മൾ വെക്കാം. എന്ന് വെച്ചാൽ വല്ലാണ്ട് തിക്കല്ല. അപ്പൊ പിന്നെ നമുക്ക് പിന്നീട് പഞ്ചസാര ചേർക്കേണ്ടി വരില്ല. അപ്പൊ 1 കപ്പ് പഞ്ചസാര നമുക്കിപ്പോ ആഡ് ചെയ്യാം. അടുത്ത ഇതില് നമുക്ക് 1 കപ്പ് കൂടി പഞ്ചസാര ആഡ് ചെയ്തിട്ട് അരയ്ക്കാം. അപ്പൊ ആദ്യത്തെ ബാച്ച് നമ്മളിത് പഴുപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇതേ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അടുത്ത ബാച്ചും ഇതേപോലെ ഞാൻ അരച്ചിട്ട് വരാം. ഇനി നമ്മൾ അതേ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഏകദേശം ഒരു 7-8 മിനിറ്റോളം നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. ഇപ്പൊ ഒരു 5-8 മിനിറ്റ് നമ്മളിങ്ങനെ വേവിച്ചപ്പോ ഒരു ഗ്ലേസിങ് കണ്ട അതെ അങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെ അങ്ങോട്ട് വരില്ല കണ്ട ആ ഒരു തിക്നെസ് അത്രേ വേണ്ടു കേട്ടോ. ഈ ഒരു പോറിങ് കൺസിസ്റ്റൻസി തന്നെ. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 3 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തത് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതൊന്ന് കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇപ്പൊ അരിച്ചെടുക്കേണ്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ഞാരുകളൊക്കെ മാറാൻ വേണ്ടിട്ടാട്ടോ. ഇതാ കണ്ട ഇതേപോലെയുള്ള ബോട്ടിലിൽ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 6 മാസം വരെ, അതായത് ഫ്രീസറിൽ വെക്കണമെന്നില്ല, താഴെ വെക്കാം. 6 മാസം വരെ കേടില്ലാണ്ട് ഉപയോഗിക്കാം. അപ്പൊ ഇതുപോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ബോട്ടിൽസിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കണമെന്നില്ല,
ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് വെറുതെ ജ്യൂസ് ആയിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. നമുക്ക് കാണാം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. പിന്നെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അതുപോലെ കേക്കിനൊക്കെ ഗ്ലേസൊക്കെ നമ്മൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡിലാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ പർപ്പസിന് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ജ്യൂസ് നമുക്ക് സെറ്റാക്കണതെന്ന് കാണാം.